നന്ദേട്ടാ. നമസ്കാരം. നമസ്കാരം. നന്ദേട്ടാ, ഈ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് എത്ര വോട്ടുണ്ടാകും? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കണക്കിലെടുക്കുന്നത് അത് മണ്ഡലാടിസ്ഥാനത്തിൽ കണക്കെടുക്കേണ്ടി വരും. കാരണം മൊത്തം ഒരു കണക്ക് പറയത്തക്ക രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള പ്രശ്നമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മുസ്ലിം സമുദായത്തിൽ പിന്നാക്ക സമുദായങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള വിഭാഗങ്ങളാണ് പിന്നക്ക വിഭാഗങ്ങൾ. മുസ്ലിം സമുദായത്തിന് മൊത്തം കേരളത്തിൽ 26% 27% വോട്ടുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു 10% വോട്ടേ മുന്നോക്ക സമുദായത്തിൻ്റെ ഉള്ളൂ. ബാക്കി 16% വോട്ടും വരുന്നതും പിന്നാക്ക സമുദായത്തിൻ്റെ ആണ്. അതുകൊണ്ട് പിന്നാക്ക സമുദായത്തിൻ്റെ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും NDF-ഉം പോപ്പുലർ ഫ്രണ്ടും എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ 16% നിന്നാണ്. അതുകൊണ്ടാണ് ഏറ്റവും രസകരമായ സംഭവമുണ്ട്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ സംസാരിച്ച മുസ്ലിങ്ങളിൽ ജാതിയില്ല എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മുസ്ലിം ലീഗിനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ജാതിയുടെ ആളാണ് പാർട്ടി പ്രസിഡന്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. എന്നുവെച്ചാൽ അത് വരേണ്യവർഗത്തിന്റെ പാർട്ടിയാണ്. വിഭാഗത്തിൽ നിന്ന് മാത്രമേ അതിന് സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാവൂ. അതെ, അത് വരേണ്യവർഗത്തിന്റെ പാർട്ടിയാണത്. ഈ വരേണ്യവർഗത്തിന്റെ പാർട്ടിയാവുന്ന സമയത്ത് അവർക്ക് പിന്നാക്കക്കാരെ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നാക്കക്കാരൊക്കെ സ്വാഭാവികമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഞങ്ങളുടെ കൂടെ വരണം, NDF-കാർ ഞങ്ങളുടെ കൂടെ വരണം, പോപ്പുലർ ഫ്രണ്ടുകാർ ഞങ്ങളുടെ കൂടെ വരണം, SDPI-കാർ ഞങ്ങളുടെ കൂടെ വരണം എന്നൊക്കെ ശഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിൻ്റെ കണക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധ്യമല്ല, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒന്നുണ്ട്, അതിനകത്ത് ഈ പറയുന്ന മുന്നോക്കക്കാരല്ലാത്ത വിഭാഗങ്ങളാണ് ഇവരുടെ ടാർഗറ്റ് എന്നുള്ളതിലും വളരെ വ്യക്തമാണ്. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഇന്ന് രാവിലെ നമ്മുടെ മുരളീധരൻ, കോൺഗ്രസ് നേതാവായ, മുൻ KPCC പ്രസിഡൻ്റായ, മുമ്പ് MP ഒക്കെ ആയിരുന്ന, കുറച്ച് നാൾ MLA അല്ലാതെ മന്ത്രിയായിരുന്ന സാക്ഷാൽ മുരളീധരൻ, ലീഡറുടെ മകൻ, അദ്ദേഹം ഇന്ന് രാവിലെ ഒരു പ്രസ്താവന ഒരു ചാനലുകളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, വട്ടിയൂർക്കാവിൽ 2016 ഞാൻ ജയിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ പിന്തുണ കൊണ്ടാണ്. എനിക്ക് ഇല്ലെങ്കിൽ ഞാൻ തോറ്റുപോകുമായിരുന്നു. അന്ന് 2ാം സ്ഥാനത്ത് വന്നത് കുമ്മനം രാജശേഖരനാണ്, CPM BJP-യുടെ. CPM 3ാം സ്ഥാനത്തേക്ക് പോയി. TN സീമയായിരുന്നു CPM-ൻ്റെ സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു എന്താ പറയുക, നാണക്കേടോ ലജ്ജയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ അദ്ദേഹം പച്ചയ്ക്കങ്ങ് പറയുകയാണ്, ഞാൻ വട്ടിയൂർക്കാവിൽ ജയിച്ചത് നമ്മുടെ ഇവരുടെ വോട്ട് കൊണ്ടാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടാണ്. അല്ല, അതിനകത്ത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മുരളീധരൻ ലജ്ജിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം മുസ്ലിം ലീഗുമായിട്ട് ഒരു കാരണവശാലും വിശ്വസിച്ച് പോകാനായിട്ട് മുരളീധരനെ സംബന്ധിച്ച് സാധ്യമല്ല. കാരണം മുസ്ലിം ലീഗ് കരുണാകരനെയും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മുരളീധരനെയും വഞ്ചിച്ചിട്ടുള്ള പാർട്ടിയാണ്. 1998 മുഖ്യമന്ത്രിയായിട്ട് ആന്റണി ചാർജ് എടുക്കുന്നതിന് തൊട്ടു മുമ്പ് കരുണാകരനെ പാലം വലിച്ചതിട്ടുള്ള മുസ്ലിം ലീഗാണ്. അതിൻ്റെ ഒരു പക മുരളീധരൻ്റെ മനസ്സിൽ എക്കാലത്തും ഉണ്ടാവും. അതൊന്ന്. രണ്ടാമത്തത്, ഇപ്പോഴത്തെ ലീഗിൻ്റെ നയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലീഗ് സുധാകരനെയും പ്രതിപക്ഷ നേതാവിനെയും പിന്തുണയ്ക്കുന്ന നയമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മുരളീധരനോട് സ്പേസ് ഇല്ല, ലീഗിൽ സ്പേസ് ഇല്ല. ആ ലീഗിൽ സ്പേസ് ഇല്ലാതെ വരുന്ന സമയത്ത് ലീഗ് മുന്നോക്കക്കാരെയാണെന്നുള്ള തിരിച്ചറിവ് മുരളീധരനുണ്ട്. അത് 10% പേരിലേ വോട്ടുള്ളൂ. ബാക്കി വരുന്ന 16% വരുന്ന മുസ്ലിങ്ങളുടെ വോട്ടുണ്ട്. ആ 16% വരുന്ന മുസ്ലിങ്ങളുടെ വോട്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിലും മുരളീധരൻ്റെ ടാർഗറ്റ്. അതാണ്. ആ ടാർഗറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം, സത്യത്തിൽ അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിൽ എത്ര മുസ്ലിം വോട്ട് എന്നുള്ളത് അല്ല വിഷയം. അദ്ദേഹം അടുത്ത് മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തിൽ അവിടെ മുസ്ലിം വോട്ടുണ്ടോ, ആ മുസ്ലിം വോട്ടിൽ പിന്നാക്കക്കാരായിട്ട് മുസ്ലിങ്ങളുണ്ടോ, അവരെത്ര പേരുടെ വോട്ടാണ് തനിക്ക് കിട്ടേണ്ടത്, അങ്ങനെ കിട്ടിയിട്ടുള്ള പാരമ്പര്യം തനിക്കുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ പാരമ്പര്യം തനിക്കുണ്ട് എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ അതിനപ്പുറത്ത് പ്രാധാന്യം അതിനകത്തില്ല. കാര്യം മുരളീധരൻ വളരെ സൂത്രശാലിയായിരിക്കുന്ന നമ്മൾ ധരിക്കുന്ന പോലെയുള്ള കേവലം കിങ്ങിണിക്കുട്ടനൊന്നുമല്ല മുരളീധരൻ. ഇന്നിപ്പോൾ മുരളീധരൻ എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൻ്റെ അടിയും തടയും പഠിച്ചിട്ടുള്ള വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് മുരളീധരൻ. അതുകൊണ്ട് മുരളീധരൻ അറിയാം, മുസ്ലിം സമുദായത്തിൽ മുന്നോക്കക്കാരൻ്റെ വോട്ട് കൊണ്ട് മാത്രം പഴയ കൂട്ടി ജയിക്കില്ല, പിന്നാക്കക്കാരൻ്റെ വോട്ട് കൂടി വേണം. ആ മുന്നോക്കക്കാരൻ്റെ വോട്ടിൻ്റെ പിന്നാലെ ലീഗിൻ്റെ വോട്ടിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗിന് സീറ്റ് കൂടുതൽ കൊടുക്കാം.
നമുക്കൊരു അനുഭവം ഉണ്ടല്ലോ. കേരളത്തിൽ 2000 ആ കാലഘട്ടത്തിൽ ഏകദേശം കോൺഗ്രസിന് 62 സീറ്റാണ് ഉണ്ടായിരുന്നത് 2001. ലീഗിന് 12 സീറ്റാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ലീഗിന് 18 സീറ്റും കോൺഗ്രസിന് 22 സീറ്റുമാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന മുസ്ലിം ഐക്യത്തിൻ്റെ പേരിൽ വോട്ടുകൾ മുഴുവൻ മുസ്ലിം ലീഗ് കരസ്ഥമാക്കിയത് മുരളീധരനെ തിരിച്ചറിയാം. അപ്പം നാളെ മുരളീധരന് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലും സാധ്യതയില്ല, ഒരു കാരണവശാലും മന്ത്രിസ്ഥാനം പോലും കിട്ടാൻ നിവൃത്തിയില്ല, മുഖ്യമന്ത്രിയാവുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നേയില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുസ്ലിങ്ങളുടെ പിന്തുണ ലഭിക്കണം. ആ മുസ്ലിങ്ങളുടെ പിന്തുണ ഒരിക്കലും മുന്നോക്ക സമുദായമായിട്ടുള്ള മുസ്ലിങ്ങളുടെ പിന്തുണ ലീഗ് ഉള്ളതിന് പേരിൽ അദ്ദേഹത്തിന് കിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് കിട്ടേണ്ടത് സ്വാഭാവികമായിട്ട് ആരുടെയാണ്? പിന്നോക്ക സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങളുടെയാണ്. അവരൊരിക്കലും സംഘടിതരല്ല, അസംഘടിതരാണ്, ദുരിതമനുഭവിക്കുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്. ആ കഷ്ടപ്പെടുന്ന ദുരിതമനുഭവിക്കുന്ന സാധാരണ മുസ്ലിമിൻ്റെ വോട്ട് കരഗതമാക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ് കെ മുരളീധരൻ. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എറിഞ്ഞിട്ടുള്ള ഒരു ഉണ്ടയില്ലാവിടിയായിട്ട് മാത്രം നമ്മൾ വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പിന് കണ്ടാൽ മതി. കാരണം വട്ടിയൂർക്കാവിൽ മുസ്ലിമിൻ്റെ പോപ്പുലേഷൻ എത്രയാണെന്നുള്ളത് കൂടി കെ മുരളീധരൻ വ്യക്തമാക്കേണ്ടതാണ്. അതിനകത്ത് പിന്നോക്ക സമുദായക്കാരായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെയും NDFൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മുസ്ലിങ്ങൾ എത്ര വോട്ടുണ്ടെന്ന് കൂടി അദ്ദേഹം പറയണം. ഏതാണെങ്കിലും അദ്ദേഹത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചു എന്നുള്ളതും വോട്ട് ലഭിച്ചു എന്നുള്ള സത്യാവസ്ഥ ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹം തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാരും ഈ സത്യസന്ധമായുള്ള നിലപാടിനെ പിന്തുടർന്നുകൊണ്ട് തങ്ങൾക്ക് മുസ്ലിം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വസ്തുത അവരോട് വെളിപ്പെടുത്തുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങ് ഇപ്പോൾ പറഞ്ഞ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചോദ്യം, അതിനകത്ത് ഞാനൊരു രാഷ്ട്രീയം കാണുന്നു. അത് ശരിയാണോ അല്ലയോ എന്നറിയാനാണ് ചോദിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിനൊരു മേൽക്കൈയുണ്ട് കേരളത്തിൽ. LDFിൽ നിന്ന് ഭരണം UDFിലേക്ക് പോകാൻ നല്ല സാധ്യതയുണ്ട് എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ UDF ജയിച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരിക ഒന്നുകിൽ രമേശ് ചെന്നിത്തലയായിരിക്കും, അല്ലെങ്കിൽ KC വേണുഗോപാലായിരിക്കും, അല്ലെങ്കിൽ VD സതീശനായിരിക്കും. ഇങ്ങനെ ആരെങ്കിലും ആയിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുക. ഇത് തനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ ഇപ്പോൾ ചുളുവിൽ മുഖ്യമന്ത്രി ആകണ്ട, ഞാൻ അതിനൊരു പണി വയ്ക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇത് പറഞ്ഞതാണോ? കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് കോൺഗ്രസ്സിന് കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ അത് LDFൻ്റെയും BJPയുടെയും ആരോപണം ശരിവെക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടാനുള്ള മറ്റ് മുസ്ലിം ഇതര ന്യൂനപക്ഷങ്ങളുടെയും ഹിന്ദു വിഭാഗത്തിൻ്റെയും വോട്ടിൽ ഒരു വിള്ളലുണ്ടാകും. അങ്ങനൊരു ഗൂഢ ഉദ്ദേശം മുരളീധരനുണ്ടോ? അല്ല, മുരളീധരനെ അങ്ങനെ ആ തരത്തിൽ തള്ളിക്കളയാൻ സാധ്യമല്ല. കാരണം മുരളീധരൻ പറയുന്ന വാക്കുകൾക്ക് കെ കരുണാകരൻ്റെ വാക്കുകളുടെ ഒരു തുടർച്ചയുണ്ട്. അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നാക്ക മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കിട്ടുമെന്ന് പറയുന്ന സമയത്ത് അത് മുസ്ലിം ലീഗിൽ പോലും ചില അങ്കലാപ്പുകൾ ഉണ്ടാക്കും. മുസ്ലിം ലീഗിൻ്റെ UDFൻ്റെ സ്ഥാനത്തിൻ്റെ ചലനമുണ്ടാക്കും. അതേപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെന്നുള്ള പ്രശ്നം ഉണ്ടാക്കും. ഏതാണെങ്കിലും സാധാരണ നിലയ്ക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ, പ്രശാന്ത് സൂചിപ്പിച്ച പോലെ UDFന് ഭരണം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കേരളത്തെ സംബന്ധിച്ച് UDFന് സീറ്റ് കിട്ടും, അവർ ഭരിക്കുമെന്നൊക്കെ പറയുന്നത് ചില പാണന്മാർ മാത്രമാണ്. യഥാർത്ഥമായിട്ട് വോട്ട്, സംഘടിതമായിട്ടുള്ള വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണുള്ളത്, കോൺഗ്രസ്സിനില്ല. കോൺഗ്രസ്സിന് വോട്ട് കിട്ടണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് കിട്ടണം, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടണം, ക്രൈസ്തവ സഭയുടെ വോട്ട് കിട്ടണം. ഈ ചേരുവകളൊക്കെ ചേരുന്ന സമയത്ത് മാത്രമാണ് UDFന് വോട്ട് കിട്ടാൻ വേണ്ടി സാധിക്കുക. ആ ഒരു സാഹചര്യം നിലവിൽ കേരളത്തിലില്ല. കാരണം കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഒരിക്കലും കോൺഗ്രസിൻ്റെ കൂടെയല്ല. ഒരുപക്ഷെ ലത്തീൻ കത്തോലിക്ക സഭയുടെ ഒരു വിഭാഗം കൂടെ ഉണ്ടായേക്കാം. കാരണം മുനമ്പ സംഭവത്തോടു കൂടിയിട്ട് അത് ഏകദേശം ഇവരെ കൈയൊഴിഞ്ഞ മാതിരിയാണ്. അങ്ങനെ ഒരു സമയത്ത് ക്രൈസ്തവ സഭ കോൺഗ്രസിൽ നിന്ന് അകന്നു കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിങ്ങളുടെ പിന്നാക്ക സമുദായങ്ങൾ കോൺഗ്രസിൽ നിന്ന് അകന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ, ഈവൻ ടു നായർ സമുദായം അടക്കം, എന്തെല്ലാം സുകുമാരൻ നായർ പറഞ്ഞാൽ പോലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ പോലും കിട്ടാത്ത രീതിയിൽ നായർ സമുദായവും കോൺഗ്രസുമായിട്ട് അത്ര അകന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സാധ്യതയും കോൺഗ്രസിനില്ല.
അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ പഴയ കൂട്ട് സംഘടിതമായിട്ട് ഒന്നിച്ചു വരികയാണെങ്കിൽ മൂന്നാം വട്ടവും സാധ്യത എൻ്റെ അനുമാനത്തിൽ പിണറായി വിജയനാണ് സാധ്യത. ഒരു കാരണവശാലും കോൺഗ്രസ്സിന് നമ്മൾ എന്തെല്ലാം ഇന്നിപ്പോൾ പത്രമാധ്യമങ്ങൾ വായിച്ചിട്ടല്ലല്ലോ വോട്ട് ചെയ്യുക. പത്രങ്ങൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ചു കഴിഞ്ഞ് കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിൽ വരും, കെ സുധാകരനാണോ കെ സി വേണുഗോപാലാണോ വി ഡി സതീശനാണോ എന്നൊക്കെ സംശയങ്ങൾ, ചെന്നിത്തലയാണെന്നൊക്കെ സംശയം നമുക്ക് വരാം. പക്ഷെ ഇതൊന്നും അല്ലല്ലോ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരിൽ 4 പേര് കമ്മ്യൂണിസ്റ്റുകാരാണ്, 2 or 3 പേര് ബി ജെ പിക്കാരാണ്, 3 പേരുടെ പിന്തുണ മാത്രമേ കോൺഗ്രസ്സുകാരനുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസിന് സാധ്യത വളരെ വളരെ കുറവാണ് നിലവിൽ കേരളത്തിൽ. കാരണം കേരളത്തിൽ കോൺഗ്രസ്സുകാരന് ജനങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം കെ മുരളീധരനെ പോലെ പ്രസ്ഥാനം ഇറക്കുന്നവരാണ് അവർ പലരും. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയാണോ, ഇന്നലെ കൂട്ടുപിടിച്ചത് മുസ്ലിം ലീഗിനെയാണ്. ആദ്യം വരേണ്യവർഗത്തെ കൂട്ടുപിടിക്കുന്നു, പിന്നെ പിന്നോക്ക സമുദായക്കാരെ കൂട്ടുപിടിക്കുന്നു. അവർക്ക് മുഴുവൻ സംവരണം കൊടുത്ത് ഉമ്മൻചാണ്ടിയാണ് 2005 സച്ചാർ കമ്മീഷൻ്റെ പേരിൽ മാപ്പിളമാരാണെന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ മുസ്ലിം സമുദായത്തിന് സംവരണം കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ്. അത് ക്രൈസ്തവ സഭകൾക്കെതിരാണ്. കേരളത്തിൽ ക്രിസ്ത്യാനിക്കെതിരായിട്ടാണ് വഖഫ് നിയമം കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികളുടെ ഭൂമി മുഴുവൻ വഖഫ് ചെയ്തുകൊണ്ട് അതിന് മുഴുവൻ പിടിച്ചെടുക്കുന്നൊരു സമീപനം കേരളത്തിൽ നിലവിലുണ്ട്. ഇതെല്ലാം ചെയ്ത് കോൺഗ്രസ്സാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവരുടെയും കേരളത്തിലെ ക്രൈസ്തവരുടെയും വോട്ടുകൾ ഒരു കാരണവശാലും കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് എത്തിച്ചേരില്ല എന്നുള്ള ഉറച്ച വിശ്വാസം കെ മുരളീധരനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഏത് മണ്ഡലമാണെന്ന് നിശ്ചയിക്കാമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഏതെങ്കിലും മുസ്ലിം പിന്നാക്ക സമുദായത്തിന് കൂടി ഒരു 30% വോട്ടുള്ള ഏതെങ്കിലും മണ്ഡലം അദ്ദേഹം തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാവരും തന്നെ മുസ്ലിം ഭൂരിപക്ഷമോ അല്ലെങ്കിൽ 30% മുസ്ലിങ്ങൾക്ക് വോട്ടുള്ള മണ്ഡലത്തിലേക്ക് പലരും ചേക്കേറാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് അങ്ങനെ വരുമ്പോൾ ജയിക്കാൻ സാധിക്കുന്നതാണ് അവർ വിശ്വാസം. അത് വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. സാധാരണ നിലയ്ക്ക് കോൺഗ്രസിനെ ജനം തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും കെ മുരളീധരൻ്റെ ഈ രാഷ്ട്രീയ അടവ് നയം അല്ലെങ്കിൽ ആ അടവ് നയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രസ്താവന, അത് നമുക്ക് വരുന്ന ആളുകളിൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ മുരളീധരൻ ഏത് മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ള കാര്യം. എന്തായാലും അദ്ദേഹം എല്ലാ കാലത്തും എതിരാളികളെയും, തൻ്റെ രാഷ്ട്രീയ എതിരാളികളെയും പാർട്ടിക്കുള്ളിലെ തൻ്റെ എതിരാളികളെയും മുൾമുനയിൽ നിർത്തുന്ന, പാർട്ടിക്കുള്ളിലെ എതിരാളികളാണ് കേട്ടോ, അതെ, മറ്റുള്ളവരെ അല്ല. രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിന് ഇല്ല. പാർട്ടിക്കുള്ളിലെ എതിരാളികളെ മുൾമുനയിൽ നിർത്തുന്ന പ്രസ്താവനകളുമായിട്ട് എല്ലാ കാലത്തും മുരളീധരൻ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും അങ്ങനൊരു സ്കോറിങ്ങിനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. അത് സ്കോർ ചെയ്യപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. തീർച്ചയായിട്ടും അതിനാണ് വളരെ സാധ്യതയാണ്. ഏതാണെങ്കിലും ചരിത്രം പലപ്പോഴും ആവർത്തിക്കാറില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് ഒരു പ്രാവശ്യം ആളുകളെയൊക്കെ പറ്റിക്കാൻ സാധിക്കും, നിരന്തരമുള്ള എല്ലാ കാലത്തും എല്ലാവർക്കും എല്ലാവരെയും പറ്റിക്കാൻ സാധിക്കില്ല എന്നാണ് ലോക സിദ്ധാന്തം. ശരിക്കതാണത്. ശരി, നമസ്കാരം.